ഇനി ടാക്സ് ഗുരു. നികുതി സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് നികുതി വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ.സി. ജോസഫ് വർഗീസ്. ഇന്ന് നിലവിലുള്ള നികുതി നിയമങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ എപ്പിസോഡിന് അനുവദിച്ചിട്ടുള്ള സമയം മതിയാകാതെ വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, FBT എന്നറിയപ്പെടുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്, BCTT എന്നറിയപ്പെടുന്ന ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ്, STTT എന്നറിയപ്പെടുന്ന സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, സർവീസ് ടാക്സ്, VAT എന്നറിയപ്പെടുന്ന വാല്യൂ ആഡ് ടാക്സ്, കോർപ്പറേഷൻ അഥവാ പഞ്ചായത്ത് ടാക്സ്, ലാൻഡ് ടാക്സ്, സെൻട്രൽ സെയിൽ ടാക്സ്, സ്റ്റേറ്റ് സെയിൽ ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, ഒക്ട്രോയി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇങ്ങനെ ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ശ്രീ സുരേഷ് ആലപ്പുഴ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് മാറ്റ് എന്നാൽ? ആദ്യമേ തന്നെ മാറ്റിൻ്റെ ഫുൾ ഫോം ഞാൻ പറയാം. മിനിമം ആൾട്ടർനേറ്റ് ടാക്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് കമ്പനികൾ നൽകേണ്ടതായിട്ടുള്ള ആദായ നികുതി തന്നെയാണ്. ഇത് നിലവിൽ വരാൻ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദായ നികുതി നിയമത്തിൽ വ്യവസായങ്ങൾക്കും ബിസിനസ്സുകാർക്കുമൊക്കെ ബാധകമായിട്ടുള്ള ധാരാളം കിഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ പോലും അവരുടെ ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഓഹരി ഉടമകൾക്ക് ഭീമമായ ഡിവിഡൻഡ് നൽകുമ്പോൾ പോലും ആദായ നികുതി അടക്കാത്ത ഒരു അവസ്ഥ സംജാതമായപ്പോൾ ഏകദേശം 20 വർഷം മുമ്പ് കമ്പനിയുടെ ബുക്ക് പ്രോഫിറ്റ്, അതായത് അതിൻ്റെ കണക്ക് പുസ്തകങ്ങൾ കാണിക്കുന്ന ലാഭത്തിന് ഒരു മിനിമം നികുതി നൽകേണ്ടതുണ്ട് എന്നുള്ള ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന നികുതിയാണ് മിനിമം ആൾട്ടർനേറ്റ് ടാക്സ് അഥവാ മാറ്റ്. ഈ മാറ്റ് ഇന്നത്തെ നിരക്കനുസരിച്ച് കമ്പനിയുടെ ബുക്ക് പ്രോഫിറ്റ്, അതായത് കണക്കിൽ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ 10%. സാധാരണഗതിയിൽ ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് ഒരു കമ്പനിയുടെ ആദായ നികുതി കണക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ 30%, ഡൊമസ്റ്റിക് കമ്പനിയാണെങ്കിൽ 30% ടാക്സ്, ആ 30%-ോടുകൂടെ ഒരു 10% സർചാർജ്, അതായത് 33%, ആ 33%-ോടെ 3% വിദ്യാഭ്യാസ സെസ് ചേർത്ത് കഴിഞ്ഞാൽ 33.99% ഇപ്പോൾ നൽകേണ്ടി വരുന്ന, സാധാരണഗതിയിൽ നൽകേണ്ടി വരുന്ന നികുതി. ഈ നികുതിയോ അല്ലെങ്കിൽ 10%, ബുക്ക് പ്രോഫിറ്റിൻ്റെ 10%-മോ തമ്മിൽ കുറഞ്ഞ തുക തീർച്ചയായിട്ടും എല്ലാ കമ്പനികളും നികുതി നൽകിയിരിക്കണം എന്നുള്ളതാണ് മാറ്റ് എന്നുള്ള നികുതി സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന തത്വം. അടുത്തതായി ശ്രീ അർജുൻ ബ്രൂണയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഞാനൊരു NRI ആണ്. എൻ്റെ NRI അക്കൗണ്ടിലുള്ള പണം ഉപയോഗിച്ച് ഒരു സ്വർണ്ണക്കട്ടി ഗോൾഡ് ബാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇത് ഈ അക്കൗണ്ടിൽ നിന്ന് രേഖാമൂലം തന്നെ, മതിയായ രേഖകൾ സഹിതം തന്നെ വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട രേഖ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുള്ളൊരു മാർഗം പറഞ്ഞു തരണം. കൂടാതെ ഈ മുതൽ മുടക്കിന് എന്തെങ്കിലും നികുതി ആനുകൂല്യം ലഭ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ അർജുൻ ബ്രൂണയുടെ കത്ത് ഈ പ്രോഗ്രാമിലേക്ക് ഇതേവരെ വന്നിട്ടുള്ള കത്തുകളിൽ ഏറ്റവും ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു കത്താണ് എന്നുള്ള സന്ദേശമാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. സന്തോഷമുണ്ട്. ഈ ഇന്ത്യയിൽ ഇന്ന് ഇവിടെ ഏറ്റവും വ്യക്തമായ രേഖകളിലൂടെ പണം മുതൽ മുടക്കാൻ സാധിക്കുന്നത് നമ്മുടെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനാണ്, പ്രവാസികളായ ഭാരതീയർക്കാണ്. പക്ഷേ അവർ പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെട്ടിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും സ്രോതസ്സുള്ള മുതൽ മുടക്കുകൾ പോലും മറ്റ് രീതിയിൽ കുഴൽപ്പണമായിട്ടും മറ്റുമൊക്കെ ഇവിടെ പണം കൊണ്ടുവന്ന് മുതൽ മുടക്കുന്ന ഒരു പ്രവണത നിലവിലുള്ളതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്. ശ്രീ അർജുൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആദ്യമേ തന്നെ താങ്കൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വളരെ ഒരു സത്യസന്ധനായ ഒരു സ്വർണ്ണ വ്യാപാരിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നികുതി ലാഭിക്കാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ വില കുറച്ച് കാണിക്കുക, രേഖകൾ മതിയായ രീതിയിൽ സൂക്ഷിക്കാതിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതിലും നല്ലത് താങ്കളുടെ ബാങ്കിൽ തന്നെ ഇപ്പോൾ പല ബാങ്കുകളും, കോർപ്പറേഷൻ ബാങ്കുണ്ട്, ഫെഡറൽ ബാങ്കുണ്ട്, ICICI ബാങ്കുണ്ട്. ഈ ബാങ്കുകൾ നേരിട്ട് സ്വർണ്ണക്കട്ടികളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും
പവൻ നാണയങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ബാങ്കിൽ തന്നെ ഒരു യുവർസെൽഫ് ചെക്ക് കൊടുത്ത് സ്വർണം വാങ്ങാവുന്നതാണ്. എന്നിട്ട് അത് ബാങ്കിൻ്റെ ലോക്കറിലോ മറ്റു സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാനത്തോ സൂക്ഷിക്കുക. അല്ലെങ്കിൽ അഥവാ താങ്കളുടെ ബാങ്കിൽ ഇതിനുള്ള സംവിധാനമില്ല എങ്കിൽ ഏതെങ്കിലും താങ്കൾക്ക് ബോധ്യമുള്ള ഏതെങ്കിലും സ്വർണ്ണ വ്യാപാരിയുടെ പേരിലോ ഇങ്ങനെ സ്വർണം ഡീൽ ചെയ്യുന്ന ബാങ്കിൻ്റെ പേരിലോ യുവർസെൽഫ് ചെക്ക് കൊടുത്ത് ഒരു പേ ഓർഡർ എടുക്കുക. പേ ഓർഡർ എടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ DDയുടെ ചാർജ് വളരെയധികം കൂടുതലാണ്. പേ ഓർഡർ ആകുമ്പോൾ മിനിമം ചാർജിൽ നമുക്കൊരു രേഖ ഉണ്ടാക്കാൻ സാധിക്കും. പേ ഓർഡർ എടുത്ത് പ്രസ്തുത ബാങ്കിൻ്റെ പേരിലോ വ്യാപാരിയുടെ പേരിലോ കൊടുത്തിട്ട് സ്വർണം കരസ്ഥമാക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ വരുമ്പോൾ ഈ മുതൽ മുടക്കിന് എന്തെങ്കിലും രേഖകൾ നികുതി വകുപ്പിൽ നിന്ന് മറ്റ് ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നൽകാൻ സാധിക്കും. അതും ആ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, സ്വർണത്തിൽ നടത്തുന്ന നിക്ഷേപത്തിന് എന്തെങ്കിലും നികുതി ഒഴിവ് ലഭ്യമാണോ എന്നാണ്. താങ്കൾക്ക് നികുതിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം താങ്കൾ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യനാണ്. ഇന്ത്യയിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നികുതിയുള്ളൂ. എന്തായാലും സ്വർണത്തിൽ നിക്ഷേപം നടന്നുകൊണ്ട് നികുതി ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തതായി ശ്രീ VS കുറുപ്പിൻ്റെ സന്ദേശമാണ്. അദ്ദേഹം പറയുന്നത്, 2005 ആക്സിസ് ബാങ്കിൽ നിന്ന് 9 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ലോൺ എൻ്റെ പേരിലും ഫ്ലാറ്റ് ഭാര്യയുടെ പേരിലുമായിരുന്നു. 27/4/2008 ഭാര്യ മരിച്ചു. EMI ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു. ബില്ല് പ്രകാരം ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണ്. ഈ ഫ്ലാറ്റ് ഞാനിനി ഫ്ലാറ്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിനി ആദായ നികുതി റിട്ടേണിൽ കാണിക്കണോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം താങ്കൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നൊരു കാര്യമാണ്. താങ്കൾ ബില്ല് പ്രകാരം ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥനായിരിക്കുന്നു. ലോണും താങ്കളാണ് അടക്കുന്നത്. സ്വന്തം താമസത്തിന് വേണ്ടിയാണ് ഈ ഭവനം ഉപയോഗിക്കുന്നതെങ്കിൽ താങ്കൾക്ക് അതിൻ്റെ പലിശയ്ക്കും അതിൻ്റെ മുതൽ തിരിച്ചടവിനും ലഭ്യമായിട്ടുള്ള എല്ലാ കിഴിവുകളും അവകാശപ്പെടാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും അവകാശപ്പെടുക. അഥവാ ഈ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ പലിശ താങ്കൾക്ക് കിട്ടുന്ന റെൻറ്റിൽ നിന്ന് മുനിസിപ്പൽ ടാക്സിനോടൊപ്പം മറ്റ് കിഴിവുകളോടൊപ്പം 30% റിപ്പയർ മുതലായ മറ്റ് കിഴിവുകളോടൊപ്പം അവകാശപ്പെട്ടുകൊണ്ട് താങ്കളുടെ ഇൻകമായിട്ട് വരുമാനത്തിൽ കാണിച്ച് നികുതി റിട്ടേണുകൾ കാണിക്കുക. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ ജൂലൈ 18-ാം തീയതിയിലെ 6-ാം നമ്പർ സർക്കുലറിൽ റിട്ടേണുകളുടെ കൂടെ യാതൊരു വിധത്തിലുള്ള അനക്സറുകളും അതായത് അനുച്ഛേദങ്ങളും വെച്ചുകൂടാ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ബോർഡ് നേരത്തെ ഇറക്കിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ചില നികുതി കാര്യാലയങ്ങളിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാമർശവും സർക്കുലറിലുണ്ട്. അതിനാൽ അല്പം കർക്കശമായ ഭാഷയിലാണ് പുതിയ സർക്കുലർ ഉപയോഗിച്ചിരിക്കുന്നത്. TDS സർട്ടിഫിക്കറ്റുകൾ റിട്ടേണുകളോടൊപ്പം വെക്കരുത് എന്ന് പ്രത്യേകം ബോർഡിൻ്റെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TDS സർട്ടിഫിക്കറ്റുകൾ വെക്കാത്തവർക്ക് റീഫണ്ട് ഇപ്പോൾ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നുള്ള പരാതി ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഇപ്പോഴെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും അനക്സർലെസ് റിട്ടേൺസ് ബോർഡ് പറഞ്ഞ പോലെ തന്നെ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. നികുതി സംബന്ധമായ സംശയങ്ങൾ ഓൺലൈനിലൂടെയും ചോദിക്കാം. വിലാസം www.manoramanews.com/tax.